സേത്തുമടേന്നേ പറമ്പിക്കുളം പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോഴേ, നല്ല രസകരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയതാണ്. വളരെ ഭംഗിയുണ്ട് ഇവിടെ നോക്കി കാണാനായിട്ട്. ഈ യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. ഈ മലമുകൾ കണ്ട പറമ്പിക്കുളം. പ്രിയപ്പെട്ടവരെ, കണ്ട ഒരു കാഴ്ചയാണത്. നെല്ലിയാമ്പതി മല ഒക്കെയാണ് കിലോമീറ്റർ ഒറ്റോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇനി ഞാൻ നല്ല ചെറുപഴം, നേന്ത്രപ്പഴം ഒക്കെ കണ്ടപ്പോഴേ ഇതെല്ലാം ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു വന്നതാ. ചേട്ടാ, ഹലോ. ഗോവിന്ദാപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെ കാഴ്ചയാണ്. ആ കാണുന്ന മല കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ കുഴപ്പാലം ചുള്ളിയാത്താവും അല്ലേ. ബിരിയാണി ഉണ്ടാക്കി പാക്ക് ചെയ്ത് അതും ഇതേപോലത്തെ കുറച്ച് യാനമല ഇങ്ങനെ പോകുമ്പോ ഈ മലയുടെ ആ മുകളിൽ കണ്ട ഒരു മഞ്ഞ് മൂടിയിട്ടൊക്കെ അതാണ് എല്ലാ ആണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴേ മാവ് കൃഷി, മാവ് ആനമല ടൈഗർ റിസർവ് അല്ലേ. ഫോറസ്റ്റിലേക്ക് ആനമല ടൈഗർ റിസർവിലേക്ക് കടക്കണം. പോസ്റ്റിൽ പോകണം നമ്മൾ. ചെക്ക് പോസ്റ്റിൽ ഭയങ്കരമാണ്. അങ്ങനെ കാട്ടിൽ പെയ്യുന്ന മഴയും കൊണ്ട് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പറമ്പക്കുളമല്ലല്ലോ, പറമ്പിക്കുളമല്ലോ. അപ്പൊ പറമ്പിക്കുളത്തേക്ക് നമ്മൾ മല കയറുമ്പോ കുറച്ച് ഒരു എയർപിൻ ബെൻഡ് ഉണ്ട്. അതെന്തായാലും കയറിയ പറ്റില്ല. അവിടെ എത്തില്ല. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് കേട്ടോ, KSRTC വരുന്നുണ്ട്. പത്ത് കൊടുക്കണം കേട്ടോ. എന്റെ മോള് നല്ല രസമുള്ള സ്ഥലം. 16 കിലോമീറ്റർ കഴിഞ്ഞ് സേതുമല.
ഒരുപാട് വണ്ടിയൊക്കെ ഓക്കെ. ഇതുണ്ടോ ഈ ഒരു എടാ ഇത് പറമ്പിക്കുളം തന്നെയാണോ? ആ പറമ്പി. ഓക്കെ. കളർ ഇത് തന്നെ ഇത് തന്നെ പറമ്പിക്കുളം. അവിടെ പോകുന്നുണ്ട്. ആനക്കുണ്ടി ഇഷ്ടം പോലെ അപ്പോൾ പറമ്പിക്കുളം പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും ചില ചെക്കിംഗ് സ്റ്റേഷനുകളുണ്ട്. റോഡൊക്കെ കുറച്ച് പരിതാപകരമായി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഒരുപാട് ഇല്ലിക്കാടുകൾ ഉണ്ട്. അതിൻ്റെ വളർച്ച കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. കുറേയൊക്കെ ഇങ്ങനെ വീണും ചെരിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ മഴ പെയ്തത് കൊണ്ട് തന്നെ ഈ റോട്ടിലേക്ക് കാണുന്ന വൈറ്റ് കളറിൽ കാണുന്നതൊക്കെ ആനപ്പിണ്ടാണ്. ഇത് കാണുന്നത് ആനപ്പിണ്ടാണ്. അങ്ങനെ പിന്നെ നേരൊക്കെ നേരെ നമ്മൾ ബോധ്യപ്പെടുള്ളൂ അല്ലേ. ഇവിടെ ഒന്ന് രണ്ട് ചെറിയ വീടുകളൊക്കെ പോലെ കാണുന്നുണ്ട്. എന്താണ് ഇവിടെ വല്ല ഫോറസ്റ്റ് വരെ വല്ല എന്തെങ്കിലും കോട്ടേഴ്സൊക്കെ ആവും, കോട്ടേജൊക്കെ ആവും അല്ലേ. ഒരു മയിലിനെ കണ്ടു നമ്മൾ കേട്ടോ. ഒരു പെൺമയില, ആൺമയിലാന്ന് തോന്നുന്നു. അല്ല പെൺമയിൽ, സോറി, പെൺമയിലാണത്. ഇവിടെ ഒരു സിംഹവാലൻ ഇരിക്കുന്നുണ്ടോ? ആ അതായിരിക്കണേ. കണ്ടോ നിങ്ങൾ? കണ്ടോ ഒരു സിംഹവാലക്കുരങ്ങിനെ കണ്ടോളൂ. ബൈ ബൈ. നമ്മളൊരു ഒന്ന് രണ്ട് കുരങ്ങിനെ കണ്ടു, സിംഹവാലൻ. ഇവിടെ സിംഹവാലക്കുരങ്ങുകളുണ്ട് ഈ കാട്ടിൽ. ഇത് പറമ്പിക്കുളം കേരള ഫോറസ്റ്റ് അണ്ടറിലുള്ള കാടല്ല കേട്ടോ, സോറി. ഇത് തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവ്. ആലപ്പുള്ളി റിസർവിൽപ്പെട്ട കാടാണ്. ആനയുടെ കാട് തന്നെയാണ്. കാരണം ഇവിടെ എന്തോ കുരങ്ങുണ്ടെന്ന് പറയുന്നു. കാണുന്നോ അറിയില്ല. അതിലൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇറങ്ങണ്ട, ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഇവിടെ ഇറങ്ങാൻ പാടില്ല, കാടാണ്. ഇവിടെ നിർത്തി ഇറങ്ങാനൊന്നും പാടില്ല. സിംഹവാലൻ കുരങ്ങുകള്, ആനപ്പിണ്ടം. ആ